ചേട്ടാ മെയിൻ റോഡോട്ട് എങ്ങനെ പോണ്ടേ? ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പോയ മെയിൻ റോഡ് വരും. അവിടുന്ന് നേരെ വിട്ടാ മതിട്ടാ. ആ വിറകുകാരനോട് ചോദിക്കാം, വണ്ടി ഒന്ന് നിർത്ത്. ഡോ ഒന്ന് നിന്നേ. ഇതിലൊരു വെള്ളവണ്ടി പോകുന്ന കണ്ടോ? മുകളിൽ ലൈറ്റ് ഒക്കെ വെച്ച്. ഇവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ടോ? ഓ, ആംബുലൻസ് ആണോ സാറേ? ഞാനൊന്നും കണ്ടില്ല. നാണം കെട്ടുപോയി. എടോ, നമ്മൾ തേടി വന്ന ആംബുലൻസ് അതവിടെ. സാറേ, അവൻ നമ്മളെ കണ്ടിട്ട് സാർ, ഞാൻ വലിയൊരു പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുക. അതിൽ 3 പേര്. ഒരാളുടെ ഗണ്ണുണ്ട് സാർ. എന്നെ കൊല്ലാൻ നോക്കി സാർ. അതേ നോക്കിയ സാർ, ആംബുലൻസ് കണ്ണാടി പൊട്ടിച്ചു സാർ. രക്ഷിക്കണേ സാർ. ശരി ശരി, ഞങ്ങളുടെ അടുത്ത് എത്തിയല്ലോ. ദൈവത്തെ പോലെ സാർ വന്നത്. എന്തായാലും നീ വന്നത് നന്നായി. വണ്ടിയിൽ ബോഡിയുണ്ടല്ലേ? അതെങ്ങനെയാ നിങ്ങൾക്ക്? നിന്റെ ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ പറ്റില്ല. വാ, വന്ന് വണ്ടി കയറി സ്റ്റേഷനിലേക്ക്. വിലങ്ങുണ്ട്. അച്ഛൻ അന്വേഷിച്ച ആരെങ്കിലും വന്നായിരുന്നോ? ഇല്ലല്ലോ. എന്തേ? അമ്മ യാതൊരു കാരണവശാലും അച്ഛന്റെ ഫോണ് ദയവ് ഇത് സ്വിച്ച് ഓൺ ചെയ്യല്ലേ. എന്താ കാര്യം? നമ്മുടെ ആംബുലൻസിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞേക്കെ. എന്താടാ പ്രശ്നം? നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറയുന്നത് മാത്രം കേക്ക്, ചോദ്യങ്ങൾ ചോദിക്കല്ലേ. എനിക്കെന്തോ പേടിയാവുന്നു. നീ ഇപ്പൊ എവിടെയാന്ന് പറ. ഹലോ 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 അമ്മ. ഹലോ അമ്മ. ഹലോ ഹലോ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല അമ്മ. അമ്മ വിഷമിക്കണ്ട. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? അച്ഛൻ ഉറങ്ങുക മോനെ. അമ്മ, ഞാൻ പിന്നെ വിളിക്കാം. അച്ഛനെ നോക്കൂ. എന്താണ്? ശരവണനോ? ഹലോ മച്ചടാ, ശരവണ മഹാഭാവി പറയുന്നത് കേക്കടാ. നീ ഭയങ്കര സാധനം തന്നെയാടാ. ഞങ്ങളെ ആ കിളവന്റെ അടുത്ത് ആക്കിയിട്ട് നീ മാത്രം രക്ഷപ്പെട്ടല്ലേ? എന്തുവാടാ പറയുന്നത്? ഇനി എന്തോന്ന് പറയാനാടാ? നീ വരാത്തത് കൊണ്ട് ആ കിളവനെ ആളുകളെ കൊണ്ട് ഞങ്ങൾ ഒരുപാട് തല്ലി. കാശിന് കാശും പോയി, കാലും മൂക്കും ഒക്കെ പോയി. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേക്കടാ. എന്നാ പറ. ഞാനൊരു വലിയ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കടാ. ശരവണന് തന്നെ പ്രശ്നോ? അങ്ങനെ എന്തുവാടാ ജീവൻ പോകുന്ന പ്രശ്നം? ജീവൻ പോകുന്ന പ്രശ്നം തന്നെയാടാ. സൈഡ് ഡിഷ് എവിടെടാ? സൈഡ് ഡിഷോ? എടാ, ഇവിടെ അതിനേക്കാളും വലിയ പ്രശ്നമാ. ഇവിടെ സൈഡ് ഡിഷ് പോലും ഇല്ലടാ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റോ ഇല്ലയോ? ആരാടാ, ശരവണനാണോ? അങ്ങോട്ട് ഞാനില്ല. സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാം. അങ്ങോട്ട് പോവാം. നമുക്ക് ഫുഡ് കോർട്ടിൽ പോയാലോ? അങ്ങോട്ട് നോക്കി. നമ്മള് കാലത്ത് കണ്ടില്ലേ? ഇവരല്ലേ ആംബുലൻസിൽ കണ്ടത്? ലെറ്റ്സ് ഗോ. Something is wrong. അന്ന് കഴിച്ചില്ലേ, അവിടെ പോവാം. നന്നായിട്ടുണ്ടാവും. കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? വെയിറ്റ്. എന്താ? രാവിലെ ആംബുലൻസിലുണ്ടായിരുന്നല്ലോ.
ഇപ്പൊ ഇങ്ങനെ ഇവിടെ ആംബുലൻസോ? അത് തന്നെ. ഏത് ആംബുലൻസ്? ഇന്ന് നിങ്ങൾ മോർച്ചറി വെച്ച് ആംബുലൻസ് കയറുന്ന ഞങ്ങൾ കണ്ടതാ. എന്താ സംഭവിച്ചെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു. ആവശ്യമില്ലാതെ സംസാരിക്കരുത്. ആ പിന്നെ നിങ്ങളോട് എങ്ങനെ സംസാരിക്കാനാ? അത് ശരി, ഇവള് റാണി മങ്കമ്മ, ഇവൾ റിവോൾവർ റീറ്റ. നമ്മളെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുക. പോയി പണി നോക്കി. എടീ മര്യാദക്ക് ചോദിക്കുന്നതിന് മറുപടി പറ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വരും. കേട്ടോടി, പോലീസ് സ്റ്റേഷനിൽ പോവത്രേ. SIയുടെ അടുത്ത് പോവോ SP-യുടെ അടുത്ത് പോവോ? പോലീസ് സ്റ്റേഷനിൽ പോവത്രേ. ഡേ അവരെ നമ്പർ എടുത്ത് കൊടുക്കടി. നീ വെറുതെ സമയം കളയാതെ വണ്ടി കയറ്. സോറി. ആ ആംബുലൻസ് ഓടിച്ച ഡ്രൈവർ എന്റെ ഫ്രണ്ടാണ്. പ്ലീസ്, എന്തുണ്ടായേ? അത് ശരി, അവൻ നിന്റെ ഫ്രണ്ട് ആയിരുന്നോ? അവൻ ഇനി തിരിച്ചു വരുമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് അവന്റെ ചരമ വാർത്ത പോസ്റ്ററിൽ കാണാം. പോ പാടി നീ കയറ്. മാറി നിക്കടി. ഡാ, അവിടെ, അവിടെ. നല്ലോണം അന്വേഷിക്കേ. ഒന്ന് തെരഞ്ഞു നീ അപ്പുറത്തോട്ട് പോയി നോക്ക്. ഇവിടുന്ന് എവിടെ ഈ പോവാൻ സൈഡില് അവിടെ ഒരു ആംബുലൻസ് കാണുന്നുണ്ട്. ആ ശരിയാണ് സർ. തെരഞ്ഞു നോക്കടാ. എൻ്റെ ഫോൺ നമ്പർ അവർക്ക് അറിയാൻ ചാൻസ് ഇല്ല. എനിക്കും ഒരു കോൾ വന്നില്ല. പിന്നെ എങ്ങനെ എന്നെ ട്രേസ് ചെയ്യുന്നത്? ഇനി ചിലപ്പോൾ ബാക്കിലിരുന്നവന്മാരെന്തെങ്കിലും വിട്ടിട്ട് പോയോ? ജാനകി അതാരാണ്? 52 മിസ് കോളോ? എനിക്ക് പേടിയായിട്ട് വയ്യ ദീപക്. ഞാൻ ഇനി എത്ര നേരം ജീവനോടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. പക്ഷെ ദീപക്, നിനക്കൊന്നും സംഭവിക്കരുത്. എന്തൊക്കെയുണ്ടായാലും ആ എവിഡൻസ് മുഴുവനും മാർട്ടിന്റെ അടുത്ത് എത്തിക്കണം. ആ സത്യങ്ങൾ മുഴുവൻ ജനങ്ങൾ മനസ്സിലാക്കണം. നിന്റെ മൊബൈൽ ഉപയോഗിച്ച് നീ എവിടെയാ ഉള്ളതെന്ന് ട്രേസ് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് അവസാനമായിട്ട് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. നീന അങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് ഒരു പ്രയോജനമില്ല. അവളുമാര് പറഞ്ഞത് നീ കേട്ടതല്ലേ? ഇതിന്റെ പുറകില് വലിയ കൈയുണ്ടെന്നാ തോന്നുന്നേ. അതുകൊണ്ട് അവനെ കൈവിട്ട് കളയണമെന്നാണോ? ഇപ്പോഴവന് കൈ കൊടുക്കേണ്ടേ? നീന, ഇതിൽ നിനക്കും പങ്കുണ്ട്. കാരണം നീ പറഞ്ഞിട്ട് അവൻ ഈ ജോലിക്ക് പോയത്. ഞാനൊന്ന് പറയാ കേട്ടോ നീന, ഇത് വെറും കഥയല്ല, ഒരാളുടെ ജീവിതോ. അവൻ വേറൊരു ക്യാരക്ടർ മാത്രമല്ല, രക്തവും മാംസവും ഉള്ള ഒരു സാധാരണ മനുഷ്യനാ. കോള് പോകുന്നുണ്ട്, സംസാരിക്കാം. ശരവണ, നീന, ഞാനിന്ന് കാലത്ത് നിന്നെ കാണാൻ മോർച്ചറിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാലത്ത് നിന്റെ ആംബുലൻസിൽ കയറിയ പെണ്ണുങ്ങളെ ദാ കുറച്ചു നേരം മുൻപ് ഞാൻ ഇവിടെ മാളി കണ്ടു. സംതിങ് ഈസ് റോങ്. നീ അവിടെ സേഫ് ആണോ? അറിയില്ല, പക്ഷെ അതിനേക്കാളും വലിയൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. പറയൂ സർ. ഡോ, ദീപകിന്റെ ഫോൺ കുറച്ചു നേരം മുമ്പ് അറ്റൻഡ് ആയിട്ടുണ്ട്. അതെയോ സർ? അപ്പൊ തന്നെ സ്വിച്ച് ഓഫ് ആയി. അതുകൊണ്ട് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ആ ആംബുലൻസ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിക്കാം സർ. ഇനി കുറച്ചു നേരത്തിനുള്ളിൽ ജാനകിയും കൊന്നുകളയും. അവൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേ. അവൾക്ക് ഈ ദീപക് ആരാണെന്ന് അറിയുള്ളൂ. എല്ലാ സത്യങ്ങളും അവൾക്ക് മാത്രമേ അറിയുള്ളൂ. എവിടെ? ജാനകി, നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്തി. ഞാൻ ബുക്ക് സ്റ്റോളിന്റെ അടുത്ത്. അവിടെ തന്നെ നിൽക്ക്, ഞങ്ങളിപ്പോ എത്താം. ഒന്ന് എനിക്ക് മരണേ, എനിക്ക് പേടിയായിട്ട് വയ്യ. ബുക്ക് ഷോപ്പിലാണോ? കാർ ഇവിടെ തന്നെ കിടപ്പുണ്ട്. അവൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. വാ വാ, പോ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ ഡാൻസ് ചെയ്തോണ്ടിരിക്കുക.
വാ 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 നമുക്ക് എന്താ? ഡാൻസ് കംപ്ലീറ്റ് ചെയ്യാം. നിന്റെ വാ കൂടെ വാ dance വാ ചെയ്യണോ? വാ വാ പോടാ. ആ, വാ മക്കളെ നമുക്ക് ഡാൻസ് കളിക്കാം വാ. ഞാൻ മന്ത്രി രാജരത്നം സാറിന്റെ സ്റ്റെനോഗ്രാഫറാണ്. മക്കളില്ലാത്ത അവർക്ക് മകളായി. ചെക്ക്. അയ്യോ, ഉടനെ നിനക്ക് ഫോൺ വരുമല്ലോ. ഹലോ, നീ തോറ്റു. ഇനി ഒന്നും ചെയ്യാൻ ഒരു പറ്റില്ല. മിനിറ്റ് അമ്മേ. അടുത്ത ഗെയിം റെഡിയാക്കട്ടെ. വേഗം വാ. ആ കോൾ എന്റെ കോളേജ് സീനിയർ ദീപകിൻ്റെതായിരുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും പേടിയും റെസ്പെക്റ്റും ഉണ്ടായിരുന്ന ക്രൈം റിപ്പോർട്ടറായിരുന്നു ദീപക്. ഒരു ദിവസം രാജരത്നം സാറിനെ പേഴ്സണലായിട്ട് മീറ്റ് ചെയ്യണമെന്ന് അപ്പോയിന്റ്മെന്റ് ചോദിച്ചു. ഞങ്ങളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാൻ തുടങ്ങി. അമിതമായോന്ന് പോലും തോന്നിപ്പോയി. പക്ഷേ എനിക്കത് ഇഷ്ടമായിരുന്നു. എന്താ ദീപക്കെ, എന്നെ വെച്ച റിപ്പോർട്ട് വല്ലതും എഴുതാൻ പോവാണോ നീ? അയ്യോ സാറേ, അങ്ങനെയൊന്നുമില്ല. ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ അത്രേ ഉള്ളൂ. ചോദിച്ചോളൂ. കഴിഞ്ഞ ആഴ്ച മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിങ്ങൾ തുടങ്ങിയ മെഡിക്കൽ ക്യാമ്പ് അതിപ്പോ നന്നായി നടക്കുന്നുണ്ടോന്ന് നിങ്ങൾക്ക് അറിയോ സാറേ? ഓഫ് കോഴ്സ്, ഫോറിൻ ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഐ തിങ്ക് അണ്ടർ ദ ഗൈഡൻസ് മെന്റൽ പേഷ്യൻസിന് നല്ലോണം നോക്കുന്നുണ്ട്. സാറേ, ആ ഫോറിൻ ഡോക്ടേഴ്സ് ഒക്കെ ആരാ? എവിടുന്നാ വന്നിരിക്കുന്നത്? ഇതിനു മുമ്പ് എവിടെയെങ്കിലും മെഡിക്കൽ ക്യാമ്പ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ എവിടെയുള്ള എന്തെങ്കിലും അറിയോ സാറേ? ദീപക്, ഒരു മന്ത്രിയായിട്ട് ഞാൻ ദിവസവും ഒരുപാട് പേരെ കാണുന്നുണ്ട്, പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഒരു നല്ല കാര്യത്തിന് മാത്രമേ ഞാൻ കൂട്ടു നിൽക്കാറുള്ളൂ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം. തെറ്റിദ്ധരിക്കരുത്. ഒരു വിളക്ക് കൊളുത്തിയാ കുറച്ചു ദൂരം പോയി തിരിഞ്ഞു നോക്കണം കത്തുന്നത് വിളക്ക് മാത്രമാണോന്ന്. മനസ്സിലാവുന്ന ഭാഷയെ പറയൂ ദീപക്. ചെറുപ്പത്തിൽ സ്കൂളിലേക്ക് പോകുമ്പോ ഒരുപാട് മനോരോഗികളെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാർ പോലും അവരുടെ പേര് പറഞ്ഞ കളിയാക്കാറുള്ള. പെട്ടെന്ന് ഒരു ദിവസം അവരെ കാണാതാകും. എവിടേക്കാ പോയെന്ന് അറിയില്ല. നിന്നെ പോലെയുള്ള നല്ലവരാരെങ്കിലും മെന്റൽ ആശുപത്രി ചേർത്തിട്ടുണ്ടാവും. അവിടെയും കാണുന്നില്ലെങ്കിൽ എന്താ സാറേ, കുഴപ്പം തോന്നുന്നുണ്ടോ? ഇന്റർവ്യൂ ഒന്നും വേണ്ട, കാരണം എനിക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ല. മോനെ, പ്രവൃത്തിയാണ് എനിക്ക് പ്രധാനം. മന്ത്രി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കുക. അതെ, നീ ഇങ്ങ് വന്നേ. ഇയാൾ അകത്തോട്ട് കൊണ്ടുപോകും. വരൂ സാർ. ഇവിടെ ട്രീറ്റ്മെന്റ് വന്നവരൊക്കെ എവിടെ താമസിക്കുന്നേ? അവർക്ക് സെപ്പറേറ്റ് റൂമുണ്ട്. അതൊന്ന് കാണിച്ചു തരുമോ? വരൂ, മന്ത്രിയുടെ റെക്കമെൻഡേഷനിലുള്ളത്. പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഇവിടെ ആളിനൊരു പെട്ടാ സാറേ. ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. വിടറാ, എടാ വിടാൻ, മാറാ, എടാ മാറാൻ. എന്തായി കാണിക്കുന്നേ? അങ്ങോട്ട് മാറാൻ, അങ്ങോട്ട് മാറി നിൽക്കും. പോടാ സാറേ, സാറ് പൊയ്ക്കോ, വേഗം പൊയ്ക്കോ സാറേ, ഇല്ലെങ്കിൽ പ്രശ്നമാകും. സാറ് വേഗം പൊയ്ക്കോ. അത്ര കേടാ, പോടാ. ജാനകി, ഞാൻ സേലത്തിനടുത്താ ഉള്ളത്. അതെ, ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സംശയിക്കുന്ന പോലെ ഒന്നും നടക്കും.
ഉടനെ പ്രസ്സിലേക്ക് പോകണം. ഉടൻ തന്നെ പ്രസ്സിലേക്ക് അയക്കണോ ഇത്? സർ ഒന്ന് സമാധാനിക്കൂ, ദീപകിനോട് സംസാരിക്കൂ. ദീപക്, സാറേ എത്രയും പെട്ടെന്ന് തന്നെ ആ ഗ്യാങ്ങിന്റെ സീക്രട്ട് മീറ്റിംഗ് നടക്കാൻ പോവാ. അവിടേക്ക് ഞാൻ പോവാം. അപ്പോഴേ സത്യം എന്താണെന്ന് മനസ്സിലാവും. എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും അത് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ രാജരത്നം സാറ് കുറ്റവാളിയായിട്ട് തന്നെ കൊല്ലപ്പെട്ടു.